ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 നടക്കജു രാവിലെ അജുമോനെ ഒരിച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ട് വരിക. കൂടലിൽ പോയിട്ട് വരിക. കൂടലിൽ പോയി ഇച്ചിരി സാധനമൊക്കെ നിൽക്കുന്ന വേഷത്തിലങ്ങ് പോവുക ചെയ്യുന്നത്. ആ കൊടുക്കുക. ഇല്ല ആന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചു. എനിക്ക് നോക്കിയിരുന്നിരുന്ന് ഇങ്ങനെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. അച്ചാച്ചൻ ഞങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് നോക്കിയിരിക്കരുതെന്ന്. ഞാൻ എന്നിട്ട് അന്നേരം തന്നെ മോനെ ഒരു പാത്രത്തിൽ ഇടും. ഞാൻ അന്നേരം തന്നെ പഴമൊക്കെ തിന്നിട്ട് പഴത്തൊല്ലി വെച്ചേക്കുന്നത് 6 7 പഴവും കണ്ടേ ഞാൻ തിന്നുള്ളൂ. പിന്നെ ബാക്കി അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. മജുമോൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിന്ന പാത്രത്തിൽ തന്നെ കുഞ്ഞിന് മതിയെന്ന്, കഴുകുമൊന്നും ചെയ്യല്ലേ അമ്മ ചെയ്യുന്നു. വേണ്ട ഇത്ര ഉപ്പുമാവ് ഇരിപ്പുണ്ട്. പിന്നെ അജു ആക്കി വെച്ചേക്കുന്നുണ്ടോ, അച്ചാച്ചനും അജുവിനുമായിട്ട് 2 പേർക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നുണ്ടോ, പകുത്ത് വെച്ചേക്കുക. പപ്പാതിയാക്കി വെച്ചേക്കുക കുഞ്ഞ്. അപ്പം ഇനി കുഞ്ഞിനതൊന്ന് വിളമ്പി ഒന്ന് കൊടുക്കട്ടെ. പഴം എടുക്കും മോനെ. പണികളൊന്നും രാവിലത്തെ ഒന്നും ആയിട്ടില്ല. വേണ്ടേ ഇതെല്ലാം അങ്ങ് ഇങ്ങോട്ടിങ്ങ് ചരിഞ്ഞിങ്ങ് വന്നിട്ട് ഞങ്ങൾ ഓടിച്ച് ഇവിടെ ഇട്ടു. പിന്നെ അയേക്കൂടെ നമ്മളവിടെ അയ കെട്ടിയിട്ടുണ്ട്. അയേക്കൂടി ഇങ്ങോട്ടിങ്ങ് ഇലയുടെ ഭാരം താങ്ങാൻ വയ്യാതെ ഇങ്ങോട്ടിങ്ങ്. ഇതിനടിയിലൊന്നും കാണത്തില്ല. കാരണം അജു നട്ടതാണ്. അജു അതിനൊന്നും വളമൊന്നും ഇട്ടിട്ടില്ല. ചിലപ്പോൾ ഒരു പുഴുക്കിനെങ്ങാനും കിട്ടിയ ഭാഗ്യം, കൊതിക്ക് തിന്നായിരിക്കും. പകുതി എലി നേരത്തെ കൊത്തി എല്ലാം ഈ പന്നിയെലി വന്ന് തിന്നതായിരുന്നു. നമ്മുടെ അജുമോൻ ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ ഉണ്ടോ ഷീറ്റടി കഴിഞ്ഞു. ഷീറ്റടി എല്ലാം കഴിഞ്ഞു. വെട്ടൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ. ഷീറ്റും എല്ലാം അടിച്ചു കൊണ്ടുവന്നിട്ടു. പിന്നെ താഴോട്ടുള്ളടമായിരുന്നു ഇട്ടിരുന്നത്. അടിച്ചു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് രാവിലെ പോയിട്ട് ഗോതമ്പ് പൊടി ഇല്ലായിരുന്നു രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കൂടലിൽ പോയി വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച്. കുഞ്ഞിന് സൈക്കിളെ വെച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. കാരണം ഇത്ര കുറച്ച് ഭാരങ്ങളൊക്കെ തൂക്കിക്കൊണ്ട് വരാം, കൂടുതൽ കൊണ്ടുവരാനൊക്കത്തില്ല. ഇച്ചിരി സാധനങ്ങളുണ്ടായിരുന്നു. അന്നേരം അജുമോൻ ഓട്ടോയിലോട്ട് കയറ്റി വിട്ടിട്ട് കുഞ്ഞിങ്ങ് വന്ന് സൈക്കിളിൽ ഇങ്ങ് പോകുന്നു. സൈക്കിളൊക്കെ ഒന്ന് തുടയ്ക്കുക. എന്തോ പറ്റിയെന്നറിയത്തില്ല. അപ്പം ചപ്പാത്തിയും എന്തുവായിരുന്നു മോനെ കറി? ബുർജി. ഇവിടെ മിക്കവാറും ബുർജി ഉണ്ടാക്കുന്ന മുട്ട ബുർജി ചപ്പാത്തി ആയിരുന്നു. കാണിക്കാവോ? ഇങ്ങോട്ട് വെട്ടമായതുകൊണ്ട് വെയിലത്തൂന്ന് മാറ്റി കാണിക്കുക. എനിക്ക് കാണത്തില്ല. ഞാൻ പിടിക്കുന്ന വേറെ ഒരിടത്ത് മൊഞ്ഞ് കൊണ്ടുവാ. മുമ്പശത്ത് കുറച്ച് അങ്ങോട്ട് നീക്കി ഫ്രണ്ടിലോട്ട് പിടി. കണ്ടോ നമ്മുടെ മയിലുകുട്ടം വന്നായിരുന്നു. രാവിലെ മുതൽ ഞാനും അജുവും വിചാരിക്കുമോ പെരമണ്ടയ്ക്ക് ഒന്ന് കാണിക്കക്കളെ, ശരിക്കും കാണിക്കുക. മുറിക്കരുത്, ഇങ്ങനെ കാണിക്കും. ഇച്ചിരി അങ്ങോട്ട് മാറ്റി നിർത്തും. ഭയങ്കര വെയില അജുമോനെ. ഇവിടെ വന്ന് നിന്നേ മോൻ. അവിടോട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കി. കീഴി കൊണ്ടുവന്ന് വെച്ചാൽ കാണുന്നത് എങ്ങനെയാ? കാണാമല്ലേ? നല്ല വെയിലാണ് മുറ്റത്തെ. നമ്മുടെ മയിൽകുട്ടൻ വന്നു. അപ്പോൾ അവനെ ഭയങ്കരമായിട്ട് പെരുമണ്ടയ്ക്ക് ഓടും. ഞങ്ങൾ ഓർക്കും മനുഷ്യർ കയറി നടക്കുവാന്ന്. അജു എന്നോട് ചോദിക്കും എന്തോ വെച്ച് മനുഷ്യരാണോ ഈ നടക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു അജുമോനെ ഇത് മനുഷ്യരൊന്നുമല്ല, മനുഷ്യർ നടന്ന ഓടെല്ലാം പൊട്ടിപ്പോവും. നോക്കിയപ്പോൾ 2 മയിൽകുട്ടന്മാരും കൂടെ വന്നിട്ട് ഇവിടെ പെരമണ്ടയല്ല. പണ്ടൊക്കെ നമ്മുടെ പെരയുടെ മണ്ടയ്ക്ക് മൊത്തം ചെതൽ കയറിയിരുന്ന സമയത്ത് ഇതുങ്ങൾ കയറി ഇങ്ങോട്ട് ഒരു 10-12 എണ്ണം ഒന്നിച്ച് പറന്ന് ഇങ്ങോട്ട് വന്നിരിക്കും. മൊത്തം കൂടെ ഓട് ചെതൽ തിന്ന് പട്ടിക ഇരിക്കുമല്ലേ, ഓടെല്ലാം കൂടെ പെരയ്ക്കകത്തോട്ട് വീഴും. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നൊക്കെ. ഇതുങ്ങൾ വന്ന് പടപട എന്നിട്ട് പെരയ്ക്കകത്ത് വരെയും കയറും ഓടിനകത്തൂടെ. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പണികളൊന്നും ആയിട്ടില്ല. ചപ്പാത്തി കഴിക്കുകയൊക്കെ കഴിഞ്ഞു. അച്ചാച്ചനാണെങ്കിൽ ഞാൻ പറക്കിക്കൊണ്ട് വന്നു. നമ്മൾ അടയ്ക്കാന്നും ഒക്കെ പറയാം. അച്ചാച്ചനത് കണ്ടു കഴിഞ്ഞു ഉടനെ അച്ചാച്ചനത് പഴുത്തതേ ഉള്ളൂ. അച്ചാച്ചനത് മൊത്തം ചിരണ്ടി പൊളിച്ച് റെഡിയാക്കി ഇവിടെ മാറ്റി വെച്ചു. അച്ചാച്ചൻ ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ പറക്കരുതെന്നും എടുക്കരുതെന്നും ഒരുപാട് പ്രാവശ്യം പറയുമ്പം അച്ചാച്ചൻ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ അജു ചെയ്ത ഒരു പണി നിങ്ങൾക്ക് കാണണം. ചിക്കുവിൻ്റെ വീടിന് ഒരു ഡോറ് ഇത് കണ്ടോ, ഒരു കതക് ഉണ്ടാക്കി. ഈ കതക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കതകിൻ്റെ ഇത്രയും ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം നമ്മൾ മേളിൽ നിന്ന്
നമ്മുടെ ഷിബിയക്കായുടെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അവിടെ പിന്നെ പെരപണി ഇതുപോലെ ജനലും വാതിലും എല്ലാം പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ആശാരിമാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതുപോലെ ഇത് കണ്ടപ്പോൾ ഇത് വേണമെന്ന് നേരത്തെ ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്നേക്കുക. കണ്ടോ, മേടിച്ചുകൊണ്ട് വന്നു. അതിന് പിന്നെ അവർ ഇതുപോലെ വ്യാപാരിയൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് കൊണ്ടുവന്നുണ്ട് ഇവിടെ അടിച്ചു വെച്ചു. അവിടുന്ന് തന്നെ ഉണ്ട് ഒരു ഇതുപോലെ കണ്ട ഒരു കഷ്ണം പട്ടിക കഷ്ണത്തിൻ്റെ അവിടെ വേണ്ടാത്തത് അതും ചോദിച്ച് അതിൽ നിന്ന് അതും കൊണ്ടുവന്നിട്ട് കണ്ടോ, എല്ലാം കെട്ടിയൊക്കെയാണ് വെച്ചേക്കുന്നത്. കെട്ടി എങ്ങനെയൊക്കെയോ, അല്ലാതെ പറ്റത്തില്ല ഇത്. പിന്നെ ഇത് മറ്റേ കമ്പി ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മെഷീനൊക്കെ വെച്ചിട്ട് അത് കിഴിച്ചിറക്കുകയൊക്കെ ചെയ്യണം. അജിമോൻ കൊണ്ടുവന്ന് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, അജിമോൻ കൊണ്ടുവന്നിട്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ കോഴിക്കോടിന് ആവശ്യത്തിന് മേടിച്ചേണ്ട ഒരു കമ്പി ഉണ്ടായിരുന്നല്ലോ, ആ കമ്പിയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, ചെറുതായിട്ടുള്ള ഇതിന് പാകത്തിനുള്ളത്. അതെടുത്ത് അതേ വെച്ച് എല്ലാം റെഡിയാക്കി അതിന് ആണി അതും ഇതുമൊക്കെ അടിച്ച് ബാക്കിയെല്ലാം റെഡിയാക്കിയിട്ട് വേറെ ഒരു പട്ടിക ഇവിടെ ഇരുന്നൊരു പട്ടിക കഷ്ണം എടുത്തുകൊണ്ട് അത് പൊട്ടുകയും ചെയ്തെന്ന് തോന്നുന്നു. അതുമൊക്കെ വെച്ചതാണ്ട് എല്ലാം റെഡിയാക്കി അതിന് വാതിലുണ്ടാക്കി. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഒരു വൈകിട്ട് പോകാൻ നേരത്ത് അവിടെ പിന്നെ മേസ്ത്രിമാരോട് പറഞ്ഞാൽ മതി, അങ്ങോട്ടൊന്ന് വന്നാൽ നീ അത് ഇതൊന്ന് ചെയ്ത് തരുമ്പം നീ ഒരു 10-200 രൂപ കൊടുക്കാമെങ്കിൽ അവർക്കൊരു 2 മിനിറ്റത്തെ പണി പോലും കാണത്തില്ല, അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു, വേണ്ട അമ്മച്ചി ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം തന്നെ ഇപ്പം ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല അപ്പോഴേ. പക്ഷേ എടുക്കുന്ന സാധനം തിരിച്ചു കൊണ്ടുവെക്കുന്ന പരിപാടി അജുവിനില്ല. അച്ചാച്ചൻ കാണാമെങ്കിൽ വഴക്ക് പറയും. ഇത് പണ്ട് അച്ചാച്ചൻ പണിയിപ്പിച്ചതാണ്, നമ്മളിവിടെ വന്ന് ഉടനെ പോയി പണിയിപ്പിച്ച വേറെ ഉണ്ട് വെട്ടിരുമ്പ്. ഈ വെട്ടിരുമ്പ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കൈയെല്ലാം പൊട്ടിപ്പോവും. അത് പറഞ്ഞാൽ അജു അതൊക്കെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വെക്കാൻ എന്നൊക്കെ അജുവിന് മടിയ. അജുവിൻ്റെ കത്തി മഞ്ഞതാണ്ട് ആണി പിന്നെ ചുറ്റികയെല്ലാം ഇവിടെ ഇട്ടേക്കുക. ഒന്നും എടുത്തുകൊണ്ട് വെക്കത്തില്ല, ഒന്നും എടുത്തുകൊണ്ട് വെച്ചിട്ടില്ല. ഈ പണികളൊക്കെ ചെയ്യും, വേണേ അതിൻ്റെ പുറകെ ആരെങ്കിലും നടന്നിട്ട് വേണേ എടുത്തുകൊണ്ട് വെച്ചോണം. ഇനി ഞാൻ ബാക്കി പണികളിലേക്കൊക്കെ കടക്കുക. നമ്മുടെ അച്ചാച്ചൻ നാണ്ടിരിക്കുന്നു, സമയമൊക്കെ ഒത്തിരിയായി, ബാക്കി പണികളൊക്കെ ഇനി ചെയ്യട്ടെ കേട്ടോ. പിന്നെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക കേട്ടോ, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുവാന്നേ. വേണ്ടേ, ഉണ്ണിയപ്പം അങ്ങനെ തിരിച്ചങ്ങോട്ടിട്ടു, കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ണിയപ്പം ചുട്ട് വെച്ചേക്കുക. കരിഞ്ഞ പോലൊക്കെ തോന്നും, കരിഞ്ഞൊന്നും ഇരിക്കുമല്ല. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നത് കേട്ടോ, കരിഞ്ഞൊന്നും അല്ല ഇരിക്കുന്നത്. നോക്കുമ്പോൾ ഇങ്ങനെ കരിഞ്ഞ പോലൊക്കെ തോന്നും, നല്ല രുചിയായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. തിരിച്ചിട്ടതിനെല്ലാം ഇനി ഒന്ന് തിരിച്ചിട്ടെടുക്കട്ടെ, അല്ലെ കരിഞ്ഞു പോകും. അപ്പോൾ ബാക്കിയും കൂടെയൊക്കെ അങ്ങ് കോരി ഒഴിച്ച് അങ്ങ് വെക്കാം. അപ്പോൾ അജുമോ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോഴത്തേന് ഞാൻ വരും അമ്മച്ചി, അപ്പോഴത്തേക്ക് അമ്മച്ചി എല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കിത് നല്ല തിക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ലൂസായിട്ടല്ല, അന്നേരം ഇങ്ങനെ തെറിക്കുന്ന പോലൊക്കെയാവും. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിതൊരു 3 സ്പൂണ് മതി. ഇത് 9 കുഴിയുണ്ട്, ഇതിന് 3 സ്പൂണ് കൊണ്ട് ഓരോ 3 കുഴിക്ക് 1 സ്പൂൺ എന്നുള്ള കണക്കിന് ഞാൻ എടുക്കുന്നത്. അപ്പം നല്ല ഒരു വലിപ്പത്തിലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നല്ലൊരു വലിപ്പത്തിൽ നമുക്ക് കിട്ടും, പിന്നെ കുഴപ്പമില്ലാത്ത വലിപ്പത്തിൽ കിട്ടും നമുക്ക്. കണ്ടോ, അപ്പം അതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ, പറഞ്ഞ സമയത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അജിമോന് വലിയ സന്തോഷമായിരിക്കും. എന്നോട് പറഞ്ഞേക്കുന്ന 4 മണിയാകുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കണേന്ന്. രാവിലത്തെ പിന്നെ വെട്ടും കറിയെടുപ്പും എല്ലാം കഴിഞ്ഞ് പിന്നെ ഷീറ്റടി ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ കടയിൽ പോക്കും എല്ലാം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. എല്ലാം കഴിഞ്ഞു, പിന്നെ കഴിപ്പൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അച്ചാച്ചനൊന്നും അത് തികയത്തില്ലായിരുന്നു. അച്ചാച്ചൻ കാപ്പിയരി പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അച്ചാച്ചന് പിന്നെ ഞാൻ അജുമോ വന്നപ്പോഴത്തേക്ക് പിന്നെ രണ്ടാമത് അവൻ്റെ കറയെടുപ്പും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഷീറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ അവൻ ചപ്പാത്തിക്കുള്ള മാവ് പിന്നെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു, ഗോതമ്പ് പൊടി.
ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതെല്ലാം ഉണ്ടാക്കി കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞ് ചോറൊന്നും തിന്നില്ല. ചോറ് വേണ്ട പിന്നെ അവന്. പിന്നെ എന്നിട്ട് അജിമോൻ ഇതൊക്കെ പപ്പടം കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ ഇനി ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും പിന്നെ 12 മണിക്കൊക്കെ ആയിരുന്നു പിന്നെ കഴിച്ചത്. പിന്നെ അപ്പം അതുകൊണ്ട് പിന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേന് വന്ന് ചോറെല്ലാം റെഡി ആയിരിക്കുക. കുമ്പളങ്ങാക്കറിയുണ്ട്, ചോറുണ്ട്, പപ്പടം, പിന്നെ അത് അത്രയായിരുന്നുള്ളത്. പിന്നെ ചോറ് സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ ഞാൻ കുക്കറിനകത്ത് ചോറ് പിന്നെ ഇതാക്കിയിട്ട് ഇന്നലത്തെ ചോറേ എടുത്ത് വെച്ചിരുന്നിട്ട് അത് കുക്കറിനകത്ത് വെച്ച് ആവി കയറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ചോറ് അല്ല ചൂട് ചോറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അരിയും വേറെ ചോറ് വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള അരിയും കൂടെ ഞാൻ അടുപ്പയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകിട്ടും കോഴികൾക്കും കൊടുക്കാം, നമുക്കും എടുക്കാം. വൈകിട്ടത്തേക്കൊക്കെ പിന്നെ വൈകിട്ടത്തേക്കും എല്ലാം ഉള്ള ചോറ് മറ്റേതുണ്ട്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അതിനെ അങ്ങനെ വെച്ചേക്കുക കേട്ടോ. അങ്ങനെയൊക്കെ വെച്ചേക്കുക. അപ്പോൾ ഇവരൊക്കെ ഒരുവിധമായി വരുന്നുണ്ട്. അപ്പം നമ്മൾ തമിഴിൽ പേശുന്ന മാതിരി അച്ചാച്ചൻ നമ്മളോട് അടം പിടിച്ചിട്ട് താൻ കിടക്കുത്, എനിക്ക് എന്നുടെ തലമുടിയെ വെട്ട വേണം, அப்படியே ഒരു സിന്നക്കുളന്ത മാതിരി അടം പിടിച്ചിട്ട് താൻ കിടക്കുത്. അച്ചാച്ചൻ എന്നോട് വാശി പിടിച്ച് കിടക്കുക തലമുടി വെട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാ അച്ചാച്ച. പിന്നെ നമുക്ക് കൂടലിൽ പോയിട്ട് തലമുടി വെട്ടിക്കാം. അജുമോൻ പറഞ്ഞ് അച്ചാച്ച ഞാൻ ഷീറ്റ് കൊണ്ട് വിൽക്കുന്നുണ്ട് ഇന്ന്, അച്ചാച്ചനെ ഞാൻ കൂടലിൽ കൊണ്ടുപോയിട്ട് തലമുടി വെട്ടിപ്പിക്കാം. മോനെ അത് പൈസ ആവത്തില്ലയോ എന്നാ അന്നേരം അച്ചാച്ചൻ ചോദിച്ചേക്കുന്നത്. அப்படியே അടം പിടിച്ചിട്ട് அப்படியே പടുത്ത് തൂங்குത് എന്നുടെ അപ്പ. കണ്ടോ, എന്നുടെ അപ്പ அப்படியே പടുക്കുത്. നല്ല തൂക്കം പാവം ഉറങ്ങുക. പിന്നെ ഷേവ് ചെയ്യണം. രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഷേവ് ചെയ്യും. ഇന്ന് ഞാൻ ബ്ലേഡ് എടുത്ത് കൊടുത്തില്ല, അപ്പോൾ ഷേവ് ചെയ്യും. പിന്നെ അതുപോലെ തലമുടി ഒന്ന് വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിടുക. ഞാൻ ചിലപ്പോഴെല്ലാം മിക്കവാറും വെട്ടിക്കൊടുക്കുന്നത്. കൊറോണയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനായിരുന്നു വെട്ടുന്നത്. എനിക്ക് തലമുടി ഒരുവിധമെല്ലാം വെട്ടാൻ അറിയാം, ബ്യൂട്ടീഷ്യൻ അതുകൊണ്ട് എനിക്ക് തലമുടി വെട്ടാൻ അറിയാം. പെൺപിള്ളേരെയൊക്കെയാണല്ലോ നമ്മൾ വെട്ടുന്നത്. എന്നാലും പിന്നെ അജുമോൻ്റേത് തലമുടി ഞാൻ വെട്ടാറുണ്ട്, അച്ചാച്ചൻ്റെ തലമുടി ഞാൻ വെട്ടാറുണ്ട്. ഇപ്പോൾ അവൻ ഒത്തിരി കൂടെ വളർന്നതുകൊണ്ട് ഞാൻ പറയും മോൻ പോയി അല്ലാതെ വെട്ടിക്കുമോ എന്ന് പറയും. പിന്നെ ഇവിടെ കത്രിക അങ്ങനെ എല്ലാം ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് കത്രികയൊക്കെ ഉണ്ട്. അത് അച്ചാച്ചൻ വീഡിയോയിലെ അതും ഇതും എല്ലാം എടുത്ത് വെട്ടിയും അജു പേപ്പർ വെട്ടിയൊക്കെ ഒരുവിധമാക്കി വെച്ചേക്കുക. എന്നാലും അത് വെച്ചൊക്കെ തന്നെ നമുക്ക് വലിയ മൂർച്ചയില്ലെങ്കിലും അച്ചാച്ചൻ്റെ തലമുടി വെട്ടാവുന്നതേ ഉള്ളൂ. അപ്പടി അടം പിടിച്ചിട്ട് അപ്പടിയെ കിടക്കത് പുതപ്പൊക്കെ എടുത്ത് അങ്ങോട്ട് നീക്കിയിട്ടേക്കുന്ന കണ്ടു, ഒരു കുട്ടി മാതിരി. ചെവി കേൾക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം. ഞാൻ അലച്ചെൻ്റെ തൊണ്ട എല്ലാം പോയിരിക്കുക. എനിക്ക് വയ്യ, അലയ്ക്കാൻ വയ്യ. ഞാൻ എപ്പോഴും പറയും എനിക്ക് അലയ്ക്കാൻ വയ്യ ചച്ചാ, എനിക്ക് അലച്ചെൻ്റെ തൊണ്ടയെല്ലാം സത്യം പറയാം. അച്ചാച്ചനൊന്നും കേൾക്കത്തില്ല. ചില ദിവസം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൂടുതലും കേൾക്കാതിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ അനുസരിച്ച് എനിക്ക് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ പിന്നെ ഉറക്കെ കിടന്നെങ്കിൽ എന്നിട്ട് നമുക്കങ്ങ് ഈ പാട്ട് പാടുന്നവരൊക്കെ പറയത്തില്ലേ വെള്ളി വീഴുന്നൊക്കെ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരുമാതിരി ഒരു ചിലമ്പിച്ച ശബ്ദം പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വ്യത്യാസമൊക്കെ അല്ലെങ്കിലേ ഞാൻ ഉറക്കെ അച്ചാച്ചനോട് സംസാരിച്ച് ഉറക്കെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതായിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഏതാണ്ട് പോലെ. ഞാൻ ഇന്നലെ അജുവിനോട് പറഞ്ഞിടാ, അജു നിന്നോടും അച്ചാച്ചനോടും എല്ലാം സംസാരിച്ച് എനിക്ക് വയ്യ, എൻ്റെ തൊണ്ടയെല്ലാം പോയി, എനിക്കിനി വയ്യ, അലയ്ക്കാൻ വയ്യ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ് അച്ചാച്ചൻ കേൾക്കണ്ടായ പറയുന്നത് അച്ചാച്ചന് കേൾക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഉറക്കെ പറയണം. പിന്നെ എന്നിട്ട് കിടക്കുന്നിടത്തോട്ട് എന്ന് പറയുന്നത് അവിടുന്ന് പതുക്കെ എണീറ്റ് വരും അച്ചാച്ചൻ. എണീറ്റ് മോനെ എന്തുവാ പറഞ്ഞ, എനിക്ക് കേൾക്കുന്നില്ലെന്നും പറഞ്ഞ് വരും. ഉറക്കെ പറയാനൊന്നൊരു അച്ചാച്ചൻ പറയുന്നില്ല, ഉറക്കെ എങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ലേഹക്കൊച്ചങ്ങ് ചുട്ടു, കണ്ടോ? ഒറ്റയ്ക്ക് ലേഹക്കൊച്ച് ഉണ്ണിയപ്പങ്ങളെല്ലാം ചുട്ടു വെച്ചു. അപ്പം എല്ലാവരും ചോദിക്കുന്നത് 1-2 പേരെയും കൂടെ കൂട്ടരുതായിരുന്നു എന്ന്. അത് കഴിഞ്ഞു. അജുമോനെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുക.
കുഞ്ഞ് പിന്നെ പപ്പടം കൊടുത്തിട്ട് വണ്ടിയെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം റെഡിയാക്കി വെച്ചു. അജു വന്നു കഴിഞ്ഞാൽ നമുക്ക് കവറിനകത്താക്കാനൊക്കത്തുള്ളൂ. അജുമോൻ കവർ മേടിച്ചുകൊണ്ട് വരണം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം റെഡിയാക്കി അങ്ങ് വെച്ചേനെയായിരുന്നു. അപ്പോൾ ഇത്രയായി. ഇനി എനിക്ക് ഇച്ചിരി പണി ചെയ്തിട്ട് എനിക്ക് ഒന്ന് പിന്നെ ഞാൻ മിറ്റം തൂത്തുവാരിയില്ല കേട്ടോ. മിറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ അജുമോൻ വരുമ്പോഴത്തേക്ക് റെഡി ആവത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇനിയും പോയിട്ട് മിറ്റം തൂത്തുവാരണം. അജു വരുമ്പോഴത്തേക്ക് എനിക്ക് അച്ചാച്ചൻ്റെ തലമുടി വെട്ടണം. നമ്മളെ അജിക്കുട്ടൻ്റെ വണ്ടി കണ്ടോ? അജിക്കുട്ടൻ്റെ വണ്ടി നിങ്ങൾക്ക് കാണാം. വേണ്ട വണ്ടിയിൽ എന്തൊക്കെയാണ് തൂക്കിയിട്ടേക്കുന്നതെന്ന് കണ്ടോ? എനിക്കന്ന് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് സന്തോഷം വരുമോ കേട്ടോ. ഇതേ നമ്മുടെ പിന്നെ ഷൈനുച്ചായൻ്റെ അവിടുത്തെ അമ്മാമ്മ കൊടുത്തതാണ്. പിന്നെ ക്രിസ്മസൊക്കെ ആയിട്ട് ഭാര വലിയക്കളെ ഇത് പണിയായത്. അവൻ കുറച്ച് ഷീറ്റും കൊണ്ടുപോകുന്നുണ്ട്. ഉണ്ണിയപ്പവും കൂടെ കൊണ്ടുപോവുക. അന്ന് പിന്നെ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ ഭാരം. കുഞ്ഞ് പോവുക. കുഞ്ഞിന് സമയമില്ല നിൽക്കാൻ. ഓ കയറുന്നില്ലെന്ന്, അയ്യോ കയറുന്നില്ലേ എന്നും പറയുന്നുണ്ട് പോകുന്നു. അപ്പം നാളത്തെ ആവശ്യത്തിനായിട്ട് വന്ന് കൊണ്ടുപോവുക. അച്ചാച്ചനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തലമുടി വെട്ടിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിവിടെ തലമുടി വെട്ടാൻ പോവുക. ഇപ്പം ഞാൻ ഇനിയും പോയിട്ട് അജുമോൻ കൊണ്ട് പോകുന്നു. ഞാൻ ഇനിയും പോയിട്ട് തലമുടി വെട്ടട്ടെ അച്ചാച്ചൻ്റെ. അപ്പം ഇത് കണ്ടോ, നമ്മുടെ പിന്നെ അച്ചാച്ചനെ മുടി വെട്ടാനുള്ള ഉപകരണങ്ങളൊക്കെ എടുത്ത് ഇവിടോട്ട് കൊണ്ടുവന്ന് വെച്ചു. അച്ചാച്ചനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കൊണ്ടിരിക്കുന്നു. 4-5 മാസമൊന്നും ആയില്ല. 5 മാസമൊന്നും ആയില്ല. ഇത് കണ്ട, ഷേവ് ചെയ്തില്ല, തലമുടി വെട്ടിയില്ല. തലമുടി ഒന്ന് വെട്ടുക. ഇപ്പം ഇങ്ങനെ ഇരിക്കുമോ, ഒന്ന് വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമോ എന്നുള്ളത്. കൈലിയോ തോർത്തോ ഒന്നും ഞാൻ എടുത്ത് ദേഹത്തിട്ടില്ല. അങ്ങ് മുണ്ടയിലൊക്കെ തന്നെ അങ്ങനെ മുടി വെട്ടി ഇട്ടേക്കുക. പിന്നീട് ഒറ്റ കുടച്ചിൽ കുടഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇനി ഇതെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ആ കയ്യൊക്കെ ഇട്ട് തൂത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിലൊക്കെ പറ്റും. നേരത്തെ ആണെങ്കിൽ ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഒമാനിലുള്ളപ്പോൾ അവിടെ ആയിരുന്നു അരിയേട്ടൻ എനിക്ക് ഇങ്ങനെ കഴുത്തേ കൂടി ഇങ്ങനെ ഇടാനുള്ള തുണി പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ പിന്നെ വീട്ടിൽ മുടി വെട്ടാൻ വരുന്നവർക്ക് ഇടാൻ കുഞ്ഞുങ്ങളുടെയൊക്കെ എനിക്ക് തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു. ചച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൂക്കുകയൊന്നും ചെയ്യരുതെന്നുണ്ട്. ഇത്രയായിട്ടുണ്ട്. ബാക്കിയും കൂടി ഇനി വെട്ടട്ടെ. ഇരുട്ടി വരുന്നു. അജുമോൻ വന്നപ്പോൾ ഒരിച്ചിരി താമസിച്ച്. ഞാൻ അപ്പോഴത്തേക്ക് മിറ്റമെല്ലാം അങ്ങ് തൂത്തുവാരി ഇട്ടായിരുന്നു. തൂത്തുവാരി ഇട്ട് കഴിഞ്ഞ് പിന്നെ ഉണ്ണിയപ്പം പാക്ക് ചെയ്തപ്പോഴത്തേന് ഇച്ചിരിയും കൂടെ സമയം പോയി. കുഞ്ഞിന് ചോറും വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനും ഇച്ചിരി ചോറ് കഴിച്ചു. എന്നിട്ടാണ് പിന്നെ അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ചാച്ചനെ മുടി വെട്ടാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇരുട്ടി വരുന്നേ. അപ്പോൾ ഞാൻ ഇനി തലമുടി ഒന്ന് പെട്ടെന്ന് ബാക്കിയും കൂടെ അങ്ങ് വെട്ടിക്കൊടുത്തിട്ടേ അച്ചാച്ചന് കുളിക്കണം. ഓക്കെ. അപ്പോൾ ഇരുട്ടി നല്ലപോലെ ഇരുട്ടിയെങ്കിലും ഞാനും അച്ചാച്ചനും ഇവിടെ ഞങ്ങളുടെ പണികൾ ചെയ്യുമോ. അച്ചാച്ചനെ കാണത്ത പോലും ഇല്ല നിങ്ങൾക്കില്ലേ. കണ്ടിരിക്കുന്നുണ്ട്. തലമുടി വെട്ടി ഒരുവിധം വെട്ടിയിട്ടുണ്ട്. കണ്ട് വെട്ടി വെച്ചേക്കുന്നു. നാളെ രാവിലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാം. കണ്ടോ, ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് വരുമ്പോൾ പറ്റ വെട്ടണമെന്നാണ് അച്ചാച്ചന് ഇഷ്ടം. അജുവിൻ്റെ ഏലും അല്ല, എനിക്ക് ആവുന്ന പോലെ ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇനി അച്ചാച്ചൻ പോയിട്ട് കുളിക്കട്ടെ. ബാക്ക് സൈഡല്ല. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വരുമ്പോൾ പെരയ്ക്കകത്ത് നമുക്ക് കാണാം. പെരയ്ക്കകത്ത കുളിമുറി പോയി കുളിക്കണം. നമ്മുടെ അച്ചാച്ചനെ തലമുടി ഇരുന്നുണ്ട്. കുളി കഴിഞ്ഞ് സുന്ദരക്കുട്ടനായി വന്നിരുന്നു തലമുടി ഇരുവ. ഞാൻ ഷേവ് വരെ ചെയ്ത് കൊടുത്ത് എനിക്കാവുന്ന രീതി. എനിക്ക് അച്ചാച്ചന് മുഖമെല്ലാം ചുളുങ്ങിയത് കൊണ്ട് നമുക്ക് ഷേവ് ചെയ്യാനൊക്കെ പാടാണ്. എനിക്ക് പേടിയാണ് കേട്ടോ. അച്ചാച്ചൻ തന്നെ ഷേവ് ചെയ്താലേ ശരിയാവത്തുള്ളൂ. അച്ചാച്ചൻ നോക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതൊന്നും അച്ചാച്ചന് കേൾക്കത്തില്ല. അവിടെ മുടിയിരിക്കുന്നതെല്ലാം വലിച്ച് നീട്ടും. മുടി വലിച്ച് കണ്ടോ, ഇത്രയും ചെയ്ത് കൊടുത്ത് എന്നെ വഴക്ക് പറയുക. ആ കണ്ട് നമുക്ക് എന്താ പിന്നെ കൂടലി ഹരിയണ്ണൻ്റെ അവിടെ കൊണ്ടുപോയി. അവിടെയൊക്കെ എങ്ങനെ വിട്ടാലും ഒരു കുഴപ്പമില്ല. ഞാൻ വെട്ടിയത് കൊണ്ട് ഓരോന്നിനും കുറ്റം നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. കുറ്റം കണ്ടുപിടിക്കുമെന്ന് ഇത്രയൊക്കെ ചെയ്താൽ പോരായോ? ഞാൻ ഇതിൽ കൂടുതൽ ചെയ്യണം. നോക്കുന്നുണ്ട്. മീശയൊക്കെ നോക്കുന്നുണ്ട്. മുഖം മീനൊക്കെ വെച്ച് മീശ ഞാൻ പറയുന്നതൊന്നും ചേച്ചന് കേൾക്കത്തില്ല.
അച്ചാച്ചനെല്ലാം നോക്കുവോ ഒക്കെ ചെയ്യുക. ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അവരും ഇതുപോലൊക്കെ തന്നെ വെട്ടുന്നവന് ഇതിൽ നല്ലപോലെ വെട്ടിയാൽ ശരിയാവത്തില്ല. ഇതിൽ കൂടുതൽ നല്ലപോലെ വെട്ടിക്കഴിഞ്ഞാൽ പണി പാടും. മീശയൊക്കെ നോക്കുമോ, ഞാനതല്ലേ ഷേവ് ചെയ്ത് കൊടുത്തത്, അതിനെൻ്റെ മീശ എന്തുവാ കാണിച്ചത്, മൊത്തം മുറിച്ച് കളഞ്ഞോ നോക്ക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണും. നാളെ പിന്നെ ക്രിസ്മസ് അച്ചാച്ചന് ഒരുങ്ങി സുന്ദരക്കുട്ടപ്പനായി ഇല്ലേ അച്ചാ? നാളെ ക്രിസ്മസാ. ക്രിസ്മസ് ആയിട്ട് അച്ചാച്ചന് ഒരുങ്ങി സുന്ദരക്കുട്ടനായി. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കൊച്ചുമാമയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 12 വർഷം തികഞ്ഞ് 13ാമത്തെ വർഷം തുടങ്ങും മറ്റേനാളിലാവുമ്പം കേട്ടോ. അപ്പം നമ്മുടെ കൊച്ചുമാമ ഞങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങൾക്ക് ഒരു കേക്ക് കൊണ്ട് തന്നായിരുന്നു. ഞങ്ങൾ അന്നേരം തന്നെ അതങ്ങ് തിന്നു കേട്ടോ. പിന്നെ അതാണെങ്കിൽ പിന്നെ മറ്റേ ക്യാരറ്റിൻ്റെ കേക്കായിരുന്നു. ഇതാണെങ്കിൽ നമ്മുടെ ഷൈനുച്ചായൻ്റെ അമ്മ. അന്നേരം പിന്നെ ഞാൻ വീഡിയോ ഒന്നും അന്ന് എടുത്തില്ല, അതുകൊണ്ട് അത് കാണിക്കാൻ രാത്രി വൈകിട്ടായിരുന്നു കൊണ്ട് തന്നത്. ഞങ്ങൾ അന്നേരം അത് രാത്രിയിലെടുത്ത് അങ്ങ് തിന്നുകയും ചെയ്ത്. ഇത് ഷൈനുച്ചായൻ്റെ അവിടുന്ന് അജുമോനെ അമ്മാമ്മ കൊടുത്ത് വിട്ടേക്കുവാണ്. നമ്മുടെ കൂടുതൽ പിന്നെ മൊബൈൽ കടയിൽ ഷൈനുച്ചായൻ്റെ അവിടുത്തെ അമ്മാമ്മ കൊടുത്ത് വിട്ടേക്കുന്നത് കണ്ടേ. അജുമോനൊരു കേക്ക്. അമ്മമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അജുവിനോട് വരുമ്പോൾ പിന്നെ അങ്ങോട്ടൊന്ന് കയറാൻ പറയണേ, അവിടെ അജുവിൻ്റെ ഈ പപ്പടം ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു. അപ്പം എന്നാൽ ഞാൻ ഓക്കെ അമ്മാമ്മയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അജുവിനെ വിളിച്ച് പറഞ്ഞു മക്കളെ അങ്ങോട്ട് ഒന്ന് കയറണേന്ന് പറഞ്ഞു. അപ്പോൾ അജു അങ്ങോട്ട് കയറി. ഇത് ക്യാരറ്റിൻ്റെ ഹൽവയാണ് അന്ന് തോന്നുന്നുണ്ട്. ക്യാരറ്റ് ഹൽവ എന്ന് സോറി ക്യാരറ്റ് കേക്കാണ്. ഇത് ക്യാരറ്റ് കേക്ക് തന്നെ. ക്യാരറ്റിൻ്റെ പടവും ഉണ്ട്, അതുകൊണ്ട് ക്യാരറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഇത്ര ഇല്ലായിരുന്നു ആ കേക്ക്, ഇതിനേക്കാളും കുറച്ച് ചെറുതായിരുന്നു കൊച്ചുമാമ കൊണ്ട് തന്ന കേക്ക്. അത് വേറെ ഒരു സൈസ് കേക്കായിരുന്നു കേട്ടോ. ഈ കമ്പനി തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല, ഞാനതൊന്നും നോക്കിയില്ലായിരുന്നു. കിട്ടിയത് ഞാനും അജു അച്ചാച്ചനും വലിച്ചു വാരി അന്നേരം തന്നെ ഞങ്ങൾ തിന്നു. ഇത് കേക്കാ അച്ചാച്ച, കേക്ക്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.